നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകളുടെ ഭർതൃപിതാവിനോടൊപ്പം ഒളിച്ചോടി വീട്ടമ്മ. ഉത്തർപ്രദേശിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ വീട്ടമ്മയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഉത്തർപ്രദേശിലെ ബഡാനിൽ നിന്നുള്ള മമതയാണ് ഇത്തരത്തിൽ മകളുടെ ഭർതൃപിതാവിനൊപ്പം ഒളിച്ചോടി പോയിരിക്കുന്നത്. മകളുടെ ഭർതൃപിതാവായ ശൈലേന്ദ്ര എന്ന ബില്ലുവിനൊപ്പമാണ് ഇവർ ഒളിച്ചോടി പോയത്. വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവും കൊണ്ടാണ് മമത പോയത്. ഭർത്താവ് സുനിൽ കുമാറാണ് ഇത്തരത്തിൽ തൻ്റെ ഭാര്യ ഇത്തരത്തിൽ ഒളിച്ചോടി പോയി എന്നതടക്കമുള്ള പരാതി പോലീസിൽ നൽകിയിരിക്കുന്നത്. ലോറി ഡ്രൈവറാണ് സുനിൽ, അതായത് മമതയുടെ ഭർത്താവ്. അദ്ദേഹം മാസത്തിൽ 1-2 തവണയാണ് വീട്ടിലെത്തുന്നത്. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയം മമത ശൈലേന്ദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താറുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, തങ്ങളോട് മറ്റൊരു മുറിയിലേക്ക് പോകാൻ പറയുമായിരുന്നുവെന്നും മകൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽകുമാറിനും മമതയ്ക്കും 4 മക്കളാണുള്ളത്. ഇതിൽ ഒരു മകളെയാണ് 2022 വിവാഹം കഴിപ്പിച്ചത്. ആ മകളുടെ ഭർത്താവിൻ്റെ പിതാവാണ് ശൈലേന്ദ്ര. ഈ ലോറിയിൽ സുനിൽ പോകുമ്പോൾ വീട്ടിൽ കൃത്യമായി എത്താൻ കഴിഞ്ഞില്ല, പക്ഷേ പണമൊക്കെ കൃത്യമായി ഈ വീട്ടിലേക്ക് അയച്ചു നൽകാറുണ്ട് എന്നാണ് ഈ മമതയുടെ ഭർത്താവ് പറയുന്നത്. ഈ ശൈലേന്ദ്ര രാത്രിയിൽ സുനിലിൻ്റെ വീട്ടിലെത്താറുണ്ട്, പുലർച്ചെ തിരിച്ചു പോകാറുണ്ട്. ഇതെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ബന്ധുക്കളായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയത്തിലേക്ക് ആരും പോയില്ല. അയൽവാസികളാണ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. മമതയ്ക്കും ശൈലേന്ദ്രയ്ക്കുമായി അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. സമാനമായൊരു സംഭവമാണ് ഈ ഇടയ്ക്ക് സംഭവിച്ചത്. അതും ഉത്തർപ്രദേശിൽ തന്നെയാണ് ഉണ്ടായത്. അതായത് അലിഗഡിൽ വിവാഹ ദിനത്തിന് മുൻപ് വധുവിൻ്റെ ആഭരണങ്ങളുമായി അമ്മ വരനോടൊപ്പം ഒളിച്ചോടിയ സംഭവം. ഇത്തരത്തിൽ എത്രയോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വിവാഹത്തിന് 9 ദിവസം മുൻപായിരുന്നു മകളുടെ പ്രതിശ്രുത വരനോടൊപ്പം അമ്മ ഒളിച്ചോടിപ്പോയത്. വിവാഹത്തിനായി വധുവിന് വാങ്ങിയിരുന്ന സ്വർണം അതും കൊണ്ടാണ് ഭാവി അമ്മായിയമ്മ മരുമകനോടൊപ്പം ഒളിച്ചോടിപ്പോയത്. ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മകളുമായുള്ള യുവാവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതും അമ്മ തന്നെയായിരുന്നു. മകളുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന ആഭരണങ്ങളും പണവും യുവതി മോഷ്ടിച്ച് കൈക്കലാക്കി. സംഭവത്തിന് പിന്നാലെ കുടുംബം മദ്രക് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. വിവാഹ ഒരുക്കങ്ങൾ നടത്താനെന്ന വ്യാജേന വരൻ ഇടയ്ക്കിടെ വീട്ടിൽ സന്ദർശകനായിരുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ വരൻ തൻ്റെ ഭാവി അമ്മായിയമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകി. വീട്ടുകാർ അറിയാതെ ഇരുവരും തമ്മിലുള്ള അടുപ്പം മുന്നോട്ടു പോയി. ഇതിനിടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് യുവതി സ്വർണവും പണവും കൈക്കലാക്കി ഭാവി മരുമകനോടൊപ്പം ഒളിച്ചോടിപ്പോയത്. ഇവർക്കായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തുനിന്നാണ്. ഏപ്രിൽ 16 മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ക്ഷണക്കത്തുകൾ അടക്കം വിതരണം ചെയ്ത വിവാഹമാണ്. പക്ഷേ ഷോപ്പിങ്ങിനെന്ന വ്യാജേന വരനും വധുവിൻ്റെ അമ്മയും പണവും ആഭരണങ്ങളുമായി നാടുവിട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ 2 കുടുംബങ്ങൾ നടുങ്ങി നിൽക്കുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് മദ്രക് പോലീസാണ്. മാത്രമല്ല, ഇവരുടെ ഫോൺ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്തുള്ള അന്വേഷണമാണ് നടത്തിയത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്നതിനിടെ എയർ ഹോസ്റ്റസായ യുവതി ബലാത്സംഗത്തിനിരയായ സംഭവം. ഈ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലെ ടെക്നിക്കൽ ജീവനക്കാരനായ ദീപകിനെയാണ് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത്. ബീഹാർ സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ 5 മാസമായി മേദാന്ത ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു. 800ഓളം CCTV ക്യാമറകൾ പരിശോധിച്ച ശേഷമായിരുന്നു പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇയാൾ അവിവാഹിതനാണ്. ഇയാൾ അശ്ലീല വീഡിയോകൾ സ്ഥിരമായി കാണാറുണ്ട് എന്ന് പോലീസ് വെളിപ്പെടുത്തി. ദീപകിനെ കോടതിയിൽ ഹാജരാക്കി. ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ഏപ്രിൽ 6 നടക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. യുവതി പീഡനത്തിന് ICUവിനുള്ളിൽ ഇരയാവുകയായിരുന്നു. ഏപ്രിൽ 13 ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് പീഡനത്തിനിരയായി എന്ന വിവരം ഭർത്താവിനോട് പറഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വിമാന കമ്പനിയുടെ പരിശീലനത്തിനായിട്ടാണ് യുവതി ഗുരുഗ്രാമിൽ എത്തിയത്. ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു ഈ എയർ ഹോസ്റ്റസ്. അതിനിടയിൽ ഇവരുടെ ആരോഗ്യം വഷളായി. ഇതോടെ ഇവരെ ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏപ്രിൽ 5 ഭർത്താവ് എത്തി. അതിനുശേഷം അവരെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വച്ചായിരുന്നു അതിക്രൂര പീഡനം അരങ്ങേറിയത്. പീഡന സമയത്ത് യുവതി വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. തനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. താൻ വല്ലാതെ പേടിച്ചു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ ഇവർ നടത്തിയിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുകയാണ്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഈ ഇടയ്ക്കായിരുന്നു സ്വന്തം ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് ഭാര്യ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. സൂറത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മർച്ചന്റ് നേവിക്കാരനായ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്നാണ് യുവതി കൊലപ്പെടുത്തിയത്.
സൂറത്തിൽ സൗരഭ് രജപുത്ത് എന്ന യുവാവിനെയാണ് മുസ്കാൻ റസ്തോഗി, കാമുകൻ സാഹിൽ ശുക്ല എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തി 16 കഷ്ണങ്ങളാക്കി ഡ്രമ്മിലിട്ട് സിമന്റ് നിറച്ചത്. തുടർന്ന് ജയിലിൽ നടത്തിയ പരിശോധനയിൽ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ജയിലിലെത്തിയായിരുന്നു യുവതിയെ പരിശോധിച്ചത്. അധികൃതരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഇവർ ഗർഭിണിയാണെന്ന് കണ്ടെത്തി. CMO അശോക് കത്താരിയ യുവതി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 2016 മുസ്കാനും സൗരഭും വിവാഹിതരായത്. 3 വർഷമായി മകൾക്കൊപ്പം ഇവർ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സൗരഭ് ലണ്ടനിലെ ബേക്കറി ജോലി ചെയ്യുമ്പോഴാണ് മുസ്കാനും സാഹിലുമായി അവിഹിത ബന്ധം തുടങ്ങിയത്. പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുറിയിൽ ഉറങ്ങിക്കിടന്ന സൗരഭിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നത് ഭാര്യയായ റസ്തോഹിയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം ശുക്ല ശുചിമുറിയിൽ എത്തിച്ച് 16 കഷ്ണമാക്കി. മുസ്കാനാണ് എല്ലാ സഹായവും നൽകിയത്. ശേഷം ശരീരാവശിഷ്ടങ്ങൾ ഡ്രമ്മിലാക്കി സിമന്റ് ഇട്ടു. കഞ്ചാവിന് അടിമയായിരുന്നു കാമുകൻ, യുവതിയെയും അടിമയാക്കി. ഇതോടെ അവിഹിത ബന്ധം ദൃഢമായി. അയൽക്കാരെയും കുടുംബക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ഷിംല മണാലിയിലേക്ക് 12 ദിവസത്തെ ടൂർ പോയി. വീഡിയോയും ഫോട്ടോകളും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു. അവധി ആഘോഷത്തിലാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് താൻ ഈ മർച്ചൻ്റ് തൻ്റെ ഭർത്താവിനൊപ്പം അവധി ആഘോഷിക്കുന്നു എന്നടക്കമുള്ള ഒരു വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. 18-നാണ് കൊലപാതകം പുറം ലോകം അറിയുന്നത്. കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി വീപ്പയിൽ ഉപേക്ഷിച്ച കേസിലെ ഈ പ്രതികൾ അക്ഷരാർത്ഥത്തിൽ അവരെ ഉറ്റവരെയൊക്കെ നടുക്കിയിരിക്കുകയാണ്. ജയിലിലെത്തുന്ന എല്ലാ വനിതാ തടവുകാർക്കും ആരോഗ്യ പരിശോധനയും ഗർഭപരിശോധനയും നടത്താറുണ്ട്. ഈ പരിശോധനയിലാണ് മുസ്കാൻ ഗർഭിണിയാണെന്ന് തെളിഞ്ഞതെന്ന് ജയിൽ സൂപ്രണ്ട് വീരേഷ് രാജ് ശർമ്മ വ്യക്തമാക്കി. മീററ്റിലെ ഇന്ദിരാനഗറിൽ മാർച്ച് 4-നായിരുന്നു മുസ്കാനും കാമുകൻ സാഹിലും ചേർന്ന് സൗരഭ് രജപുത്തിനെ കൊലപ്പെടുത്തിയത്. സൗരഭിന് മയക്കുമരുന്ന് നൽകിയ ശേഷമായിരുന്നു അതിക്രൂര കൊലപാതകം. ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി വീപ്പയിലേക്ക് മാറ്റി സിമന്റ് നിറച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. 2023 മുതൽ കൊലപാതകത്തിന് ശ്രമം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതികളായ മുസ്കാനും സാഹിലും നിലവിൽ മീററ്റിലെ ചൗധരി ചരൺ സിംഗ് ജയിലിലാണ്. മകളുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരഭ് രജപുത്ത് നാട്ടിലെത്തിയത്. സൗരഭിന്റെ കുടുംബം നൽകിയ പരാതിയിൽ 14 ദിവസത്തിന് ശേഷം വാടക വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ ഇരു വീട്ടുകാർക്കും ഈ ബന്ധത്തോടൊരു താല്പര്യമുണ്ടായിരുന്നില്ല. ഭാര്യയ്ക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സൗരഭ് മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ചു വന്നതാണ്. ഇരുവരും മീററ്റിൽ വാടക വീടെടുത്ത് താമസം മാറ്റി. അതിനിടെയാണ് തന്റെ സുഹൃത്തായ സാഹിലുമായി മുസ്കാന് ബന്ധമുണ്ടെന്ന് സൗരഭ് അറിഞ്ഞത്. ഇതോടെ വിവാഹബന്ധം പിരിയാൻ തീരുമാനിച്ചെങ്കിലും മകളുടെ ഭാവിയോർത്ത് സൗരഭ് പിന്മാറി. പിന്നീട് മർച്ചന്റ് നേവിയിലെ ജോലി കിട്ടിയതോടെ 2023-ലാണ് സൗരഭ് ലണ്ടനിലേക്ക് പോയത്. ഇതിന് പിന്നാലെയാണ് മുസ്കാനും സാഹിലും കൂടുതൽ അടുത്തതും കൊലപാതകം ആസൂത്രണം ചെയ്തത്. എന്തായാലും ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളിൽ വലിയ രീതിയിലുള്ള വിള്ളൽ വന്നുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ മറ്റൊരു തലങ്ങളിലേക്ക് കടന്നു പോകുന്നു. അമ്മ മരുമകനോടൊപ്പം ഒളിച്ചോടി പോകുന്നു. മാത്രമല്ല മകളുടെ ഭർത്താവിൻ്റെ പിതാവിനൊപ്പം മോശമായി ജീവിക്കുന്നു. അതുമാത്രമല്ല സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലാതായി പോകുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.